അബീസ് സർക്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 80 വാട്ട്സിൻ്റെ LED ഫ്ലഡ് ലൈറ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ വാറണ്ടി കഴിഞ്ഞ ഇതുപോലുള്ള ലൈറ്റുകളുണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു 150 രൂപ ചിലവിൽ ഇതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു LED ലൈറ്റിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്ലാസ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള 4 ക്ലിപ്പുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി 4 ക്ലിപ്പുകൾ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഈ ഗ്ലാസ് റിമൂവ് ചെയ്ത് മാറ്റാം. ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു റിഫ്ലക്ടർ പാനൽ ഇതിൽ നിന്ന് ഇളക്കി മാറ്റണം. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി ഇത് നമുക്ക് അഴിച്ചു മാറ്റാം. ഇതിൽ 2 സ്ക്രൂ ആണുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് രണ്ടും അഴിച്ചു മാറ്റിയതിന് ശേഷം അപ്പോൾ ഒരു സോൾഡറിങ്ങിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ എല്ലാ വയറുകളും ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പം. ഓക്കെ, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു സർക്യൂട്ട് ബോർഡ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ ഇതിനു വേണ്ടി ഇളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ വേണ്ട ഒരു സ്ക്രൂ ആണുള്ളത്. ആ സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന്. ഓക്കെ, ഒരു സ്ക്രൂ ബാക്ക് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു 3 വയറും കൂടെ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ സോൾഡറിങ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പുതിയൊരു ഡ്രൈവർ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ ഡ്രൈവർ. ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിപ്പം ഒരു 150 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില വരുന്നത്. അപ്പം ഇതിൻ്റെ വാങ്ങിയ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്കും അതിൽ പോയി വാങ്ങിയിട്ട് ഇതുപോലെ ഇത് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇതിൽ 2 വയറാണുള്ളത്. ഒരു റെഡും ഒരു ഗ്രീനും. ഇപ്പോൾ റെഡ് വയർ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും അത് കണക്ക് തന്നെ ഈ ഗ്രീൻ വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാനൊരു സോൾഡറിങ് ചെയ്യുന്ന സഹായത്തോടുകൂടി ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ, അത് കണക്ക് തന്നെ അടുത്തതും. ഇപ്പോൾ ഗ്രീൻ വയർ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ക് തന്നെ റെഡ് വയർ പോസിറ്റീവിലേക്കും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു യെല്ലോ. ഇപ്പോൾ യെല്ലോ എർത്ത് കണക്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിലുള്ള ഈ റെഡും യെല്ലോയും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ രണ്ടിൻ്റെയും ഈ റെഡ് വയർ തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെഡ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ബ്ലാക്കും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ 2 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് കുട്ടികളൊന്നും ഇത് കണ്ട് ഇതുപോലെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കറണ്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം ഇത് കണ്ട് ആരും അനുകരിക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത ആ രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇതുപോലെ കേടായ ഫ്ലഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു 150 രൂപ നമുക്ക് മുടക്കിയാൽ അത് വീണ്ടും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് അത് ഓർഡർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.